ഇന്ന് നമുക്ക് വിടുതലൈ പാർട്ട് 2 എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. പാർട്ട് 1 എവിടെ അവസാനിച്ചോ അവിടെ നിന്ന് തന്നെയാണ് പാർട്ട് 2 ആരംഭിക്കുന്നത്. ആരാണ് ഈ വാദ്യാർ? എന്തിനാണ് വാദ്യാർ റെയിൽവേ ട്രാക്കിൽ ബോംബ് വെച്ച് സാധാരണ ജനങ്ങളെ കൊന്നുകളഞ്ഞത്? എന്തിനായിരിക്കും വാദ്യാർ പോലീസുകാരെ കൊന്നുകളഞ്ഞത്? പിന്നീട് എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്നൊക്കെയാണ് പാർട്ട് 1 കാണിച്ചിരുന്നത്. എന്നാൽ അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്തായിരുന്നു എന്നാണ് പാർട്ട് 2. പാർട്ട് 1 കാണാത്തവർക്കായി ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ വാദ്യാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. വാദ്യാരെ അറസ്റ്റ് ചെയ്തത് പോലീസ് കോൺസ്റ്റബിൾ ആയ കുമരേശനായിരുന്നു. വാദ്യാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഉയർന്ന ഉദ്യോഗസ്ഥനായ സുനിൽ ഒരുപാട് ചോദ്യം ചെയ്യും. പക്ഷെ എത്ര ചോദിച്ചിട്ടും വാദ്യാരുടെ വായിൽ നിന്നും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും വീണ് കിട്ടുന്നതേയില്ല. അവരുടെ ചോദ്യങ്ങൾക്കായിരുന്നില്ല വാദ്യാർ ഉത്തരം പറഞ്ഞതും. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും ഞാൻ അതൊന്നും തുറന്നു പറയില്ല എന്നായിരുന്നു വാദ്യാർ പറഞ്ഞുകൊണ്ടേയിരുന്നതും. സുനിലും മറ്റു പോലീസുകാരും ചേർന്ന് വാദ്യാരെ ഒരുപാട് ഉപദ്രവിക്കും. എന്നാലും വാദ്യാരൊന്നും പറയത്തേയില്ല. മറ്റൊരു വശത്ത് കളക്ടറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് മിനിസ്റ്റർ ആകെ ടെൻഷനിലായിരുന്നു. എന്തെന്നാൽ വാദ്യാരെ പിടികൂടുവാനായിട്ട് സുനിൽ ഒരു ടീമിനെ അയച്ചിരുന്നു. ആ ടീമിലാണ് ഈ കുമരേശനും ഉള്ളത്. എന്നാൽ ആ ടീം കാട് കയറി വാദ്യാരെ പിടികൂടുന്നതിനിടയിൽ ഒരു പെണ്ണും അവളുടെ കുഞ്ഞും മരണപ്പെട്ടു. ഇത് പുറത്തെങ്ങാനും അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. CM അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആലോചിക്കാനേ വയ്യ എന്ന് കളക്ടറിന്റെ അടുത്ത് വന്ന് മിനിസ്റ്റർ പറയും. എന്നാൽ മിനിസ്റ്റർ പറയുന്നത് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നായിരുന്നു. അത് കേട്ടതും മിനിസ്റ്ററിന് ആകെ ദേഷ്യം വരും. പഠിച്ചതിന്റെ അഹങ്കാരമാണോ ഈ കാണിക്കുന്നത് എന്നൊക്കെ കളക്ടറിനോട് ചോദിച്ചിട്ട് മിനിസ്റ്റർ അവിടെ നിന്ന് പോകും. അങ്ങനെ CMനടുത്തും DGPക്ക് അടുത്തുമൊക്കെ അത് ചർച്ച ചെയ്യാമെന്നും മിനിസ്റ്റർ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതുവരെയായിട്ടും വാദ്യാരെ അറസ്റ്റ് ചെയ്ത കാര്യം ഈ മിനിസ്റ്ററിന് അറിഞ്ഞേകൂടാ. എന്നാൽ ഒരു ഘട്ടത്തിൽ വാദ്യാരെ അറസ്റ്റ് ചെയ്ത കാര്യം മിനിസ്റ്റർ അറിയും. DGPയും CMും ഒക്കെ പറയുന്നത് ആ ഒരു കാര്യം പുറത്തു വരുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയും അവളുടെ കുഞ്ഞും മരിച്ചുപോയ കാര്യം എന്തായാലും മീഡിയക്കാര് അത്ര വിഷയമാക്കില്ല എന്നവർ ആശ്വസിക്കും. എന്നാൽ അതേസമയം തന്നെ മിനിസ്റ്ററിന് ഒരുപാട് സന്തോഷമായി. എന്തെന്നാൽ ഒരു കോർപ്പറേറ്റ് കമ്പനി ആ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഏറ്റവും കൂടുതൽ തടസ്സം നിന്നത് ഈ ഒരു വാദ്യാരായിരുന്നല്ലോ. അപ്പോൾ വാദ്യാരെ പിടികൂടി കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്നുള്ള ഫണ്ടൊക്കെ ഈ ഒരു മിനിസ്റ്ററിന് കിട്ടും. ആ ഒരു കാര്യത്തിൽ സന്തോഷത്തിൽ നിൽക്കുകയാണ് മിനിസ്റ്റർ. എന്നാൽ മറ്റൊരു വശത്ത് സുനിലാണെങ്കിൽ വാദ്യാരെ ചോദ്യം ചെയ്യുകയാണല്ലോ. അതിനുശേഷം വാദ്യാരെ കോടതിയിലേക്കും ഹാജരാക്കണം. മലയിലൂടെ വണ്ടി ഓടിക്കുന്നതിന് ഒരു ഡ്രൈവറിനെ ആവശ്യമാണ്. കുമരേശൻ എവിടെയെന്ന് സുനിൽ തിരക്കുമ്പോൾ അവന് സസ്പെൻഷൻ ആണെന്നും ഇൻസ്പെക്ടർ പറയും. അത് കേട്ട് സുനിലിന് ആകെ ദേഷ്യം. ദേ, നിങ്ങളുടെ ഈഗോയൊന്നും ഇവിടെ നടക്കത്തില്ല. എത്രയും വേഗം കുമരേശനെ തിരിച്ചെടുക്കണമെന്നും സുനിൽ പറയുകയാണ്. എന്നാൽ അതേസമയം കുമരേശനാണെങ്കിലോ തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് നാട്ടിലേക്ക് പോകുവാനായി റെഡിയാവുകയായിരുന്നു. അവൻ പോകുന്ന സമയത്ത് മറ്റൊരു പോലീസുകാരൻ വന്നിട്ട് കുമരേശനെ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് തിരിച്ചെടുത്ത കാര്യം പറയും. വാദ്യാരെ കൊണ്ടുപോകുന്ന ടീമിൽ ഡ്രൈവറായി കുമരേശനും ജോയിൻ ചെയ്യും. നേരം വെളുക്കുന്നതിന് മുൻപ് 4 ചെക്ക് പോസ്റ്റും കടക്കണമെന്നാണ് ഓർഡർ. അങ്ങനെ അവർ ജീപ്പിൽ പോകുന്ന സമയത്ത് നമ്മുടെ വാദ്യാരാണെങ്കിൽ ഒരു കഥ പറയും. വാദ്യാരുടെ കഥയാണ്. പിന്നീട് ആ സിനിമ മുഴുവൻ മുന്നോട്ട് പോകുന്നത് വാദ്യാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൂടെയായിരുന്നു. വാദ്യാർ ഇന്ന് ഈ ഒരു അവസ്ഥയിലിരിക്കാൻ കാരണം അവരുടെ ഗ്രാമത്തിൽപ്പെട്ട താഴ്ന്ന കുടുംബത്തിലെ കറുപ്പൻ എന്നൊരാളാണ്. കറുപ്പനിലൂടെയാണ് പിന്നീട് കഥ മുന്നോട്ട് പോകുന്നതും. ആ ഗ്രാമത്തിലെ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു കുടുംബമായിരുന്നു പന്നിയാർ കുടുംബം. ഈ പന്നിയാർ കുടുംബം ആ ഒരു ഗ്രാമത്തിലെ ജന്മി കുടുംബം തന്നെയായിരുന്നു. അവരുടെ കയ്യിൽ അത്രയ്ക്കും കാശും വസ്തുവും സ്വർണവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പന്നിയാർ കുടുംബത്തിനെ ആക്രമിക്കുവാനായി പോവുകയാണ് കറുപ്പൻ കയ്യിൽ ആയുധവുമൊക്കെയായി അവിടെ നിന്ന് പോകുന്നത് വാദ്യാർ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ വാദ്യാരാണെങ്കിൽ അതത്ര മൈൻഡ് ആക്കുന്നതേയില്ല. കറുപ്പൻ തന്റെ കയ്യിൽ ആയുധവുമായാണ് പന്നിയാരുടെ വീട്ടിലേക്ക് പോകുന്നതും. അവിടെ പന്നിയാരുടെ ആളുകളും ആയുധവുമായി വീടിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കും. ഫൈറ്റിനൊടുവിൽ കറുപ്പനാണെങ്കിൽ പന്നിയാരെ കൊന്നുകളയും. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നാൽ കറുപ്പൻ കല്യാണം കഴിക്കാനായിട്ട് പോകുന്ന പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ വീട്ടിലിട്ട് അവർ റേപ്പ് ചെയ്യുമായിരുന്നു. അവിടെ എത്തി പന്നിയാരെയും കൊന്ന് ആ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ടാണ് കറുപ്പൻ പോകുന്നതും. എന്നാൽ കറുപ്പനെയും ആ പെൺകുട്ടിയെയും സംരക്ഷിച്ചത് വാദ്യാർ തന്നെയായിരുന്നു. പന്നിയാരുടെ ആളുകൾ എന്തായാലും കറുപ്പനെയൊക്കെ അന്വേഷിക്കുമല്ലോ. അതുകൊണ്ട് വാദ്യാരാണ് അവരെ സംരക്ഷിച്ചതും. അടുത്ത ദിവസം തന്നെ പന്നിയാരുടെ ആളുകൾ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച് കറുപ്പന്റെ കുടുംബത്തെയും ഗ്രാമവാസികളെയും ഒക്കെ ഒരുപാട് ഉപദ്രവിക്കുവാനായി തുടങ്ങി. എവിടെയാണ് കറുപ്പൻ എന്ന് ചോദിച്ചാണ് അവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതും. എന്നാൽ ഇതെല്ലാം ഒരു ഘട്ടത്തിൽ വാദ്യാർ അറിയും. വാദ്യാർക്ക് അവരോട് പോരാടാനുള്ള ആയുധബലമോ അങ്ങനെയൊന്നുമില്ലല്ലോ. ആയതിനാൽ വാദ്യാർ നേരെ പോലീസിനെയും കൂട്ടിയാണ് ഗ്രാമത്തിലേക്ക് വന്നതും. പോലീസ് അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ തടുത്തു നിർത്തുവാനായും ശ്രമിക്കും. എന്നിട്ട് പോലീസ് വാദ്യാരോട് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, കറുപ്പൻ ചെയ്തത് കുറ്റം തന്നെയാണ്, അവനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കേ, ഞാൻ ഉറപ്പായിട്ടും ഈ കാര്യം പന്നിയാർ കുടുംബത്തിലുള്ളവരോട് പറയില്ല എന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞത് വാദ്യാർ വിശ്വസിച്ചു.
വാദ്യാർ ഉടനെ തന്നെ ഇൻസ്പെക്ടറിന്റെ അടുത്ത് വന്നിട്ട് അവരെ ഞാനാണ് സംരക്ഷിക്കുന്നത്, അവരുള്ളിടം എനിക്കറിയാം, ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറിനെയും കൂട്ടി വാദ്യാറാണെങ്കിൽ അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വരും. എന്നാൽ അവിടെയാണ് വാദ്യാർക്ക് വിശ്വാസവഞ്ചന സംഭവിക്കുന്നത്. എന്തെന്നാൽ ഈ പോലീസ് ഇൻസ്പെക്ടർ മുമ്പേ തന്നെ പന്യാർ കുടുംബത്തെ അറിയിച്ചിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ അവരെ ചതിച്ചുവെന്ന കാര്യം വാദ്യാർക്ക് മനസ്സിലായി. വാദ്യാർക്കാണെങ്കിൽ അവരെ തടയുവാനായി പറ്റിയില്ല. പന്യാരുടെ മകൻ കറുപ്പനെ കൊന്നുകളഞ്ഞു. മരിക്കുന്നതിന് മുൻപ് കറുപ്പൻ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കുമെന്നാ കരുതിയത്, പക്ഷേ ഞങ്ങളെ നിങ്ങൾ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കറുപ്പൻ മരണപ്പെട്ടു പോകുന്നതും. അത് വാദ്യാർക്ക് സഹിക്കാനായില്ല. വാദ്യാർ അവനെ കെട്ടിപ്പിടിച്ച് കരയും. അതേസമയം തന്നെ പന്യാരുടെ മകനും കൂട്ടരും ചേർന്ന് വാദ്യാരെയും തല്ലിച്ചതച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അവിടെ നിന്നും ഒരുവിധം വാദ്യാർ രക്ഷപ്പെടും. പിന്നെ കുറെ നാളുകൾ കടന്നുപോയി. വാദ്യാർക്ക് ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു രാഷ്ട്രീയക്കാരനായി കെ പരിചയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന നല്ലൊരു പാർട്ടിക്കാരനായിരുന്നു ഈ കെക്കൊപ്പം വാദ്യാരും ചേരുകയായിരുന്നു. കെയോടൊപ്പം നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തെ പറ്റി പഠിക്കും. കെയും കൂട്ടുകാരും വാദ്യാരും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരിക്കൽ കെ വാദ്യാരോട് ഒരു കാര്യം പറയും. അവരുടെ നാട്ടില് പന്യാർ കുടുംബം നടത്തുന്ന ഒരു വലിയ മില്ലുണ്ട്. ആ മില്ലിൽ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുമുണ്ട്. അവരെ മില്ലുടമ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു. അവർക്ക് കൃത്യസമയത്ത് ശമ്പളം ഒന്നും കൊടുക്കത്തില്ല. എന്നാൽ അതിനെയൊക്കെ എതിർത്ത് ചോദ്യം ചെയ്യുവാനായിട്ട് രംഗസ്വാമി എന്നൊരാൾ തയ്യാറായി. പക്ഷെ അയാളെ അവർ കൊന്നുകളഞ്ഞു. നീ ഒരു കാര്യം ചെയ്യണം, ആ ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയായി അവിടേക്ക് കടക്കണം. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നീ കണ്ടുപിടിക്കണമെന്നും വാദ്യാരോട് പറഞ്ഞു. വാദ്യാർ അതുപോലെ തന്നെ അനുസരിച്ചു. തൊഴിലാളിയായിട്ട് ആ ഒരു ഫാക്ടറിയിലേക്ക് കടന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയും ചെയ്തു. തൊഴിലാളികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം വാദ്യാർക്ക് മനസ്സിലായി. അങ്ങനെ വാദ്യാർ ആ തൊഴിലാളികളെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഒരു സംഘം രൂപീകരിക്കുവാനായി തീരുമാനിച്ചു. തൊഴിലാളികളോട് പറയും, നിങ്ങൾ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഇവരുടെ അടിമയായിട്ട് നിൽക്കാതെ ഇവിടെ ഒരു സംഘം രൂപീകരിക്കണം. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘം ഇവിടെ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മില്ലുകാർക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് തന്നേ പറ്റൂവെന്ന് പറയും. വാദ്യാർ പറയുന്നതെല്ലാം സത്യമാണല്ലോ, ശരിയാണല്ലോ എന്ന കാര്യം തൊഴിലാളികൾക്ക് തോന്നി തുടങ്ങി. അങ്ങനെ അവർ സംഘം രൂപീകരിക്കുവാനായിട്ടും തയ്യാറായി. പക്ഷേ ഇത് പന്യാർ കുടുംബത്തിൽ ചേർന്ന ആ ഒരു മില്ലുടമയും അറിയുകയാണ്. അവർക്കും അതിന് കൂടെയുണ്ടായിരുന്ന ബിസിനസ്സുകാർക്കും ആകെ ദേഷ്യം. ഉറപ്പായും ഇവർ ഈ ഒരു സംഘം രൂപീകരിക്കുവാനായും പാടില്ല. അങ്ങനെ ഒരു സംഘം വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മൾ അവർ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടി വരും. അവർക്ക് നമ്മൾ അടിമകളായി പോകുമെന്ന് മില്ലുകാർക്ക് അറിയാമായിരുന്നു. അവരതിനെ തടയുവാനായും ശ്രമിക്കും. ഇതുപോലെ തന്നെ ഒരു സംഘം രൂപീകരിക്കുവാനായിട്ട് രംഗസ്വാമിയും ശ്രമിച്ചിരുന്നു. ആ രംഗസ്വാമിയാണ് അവർക്കൊന്ന് ആറ്റിലേക്ക് എറിഞ്ഞു കളഞ്ഞതും. എന്നാൽ വാദ്യാർക്കാണെങ്കിൽ എങ്ങനെയും തൊഴിലാളികളെ കൊണ്ട് സംഘം രൂപീകരിച്ചേ പറ്റൂ. അതിനിടയിലാണ് രംഗസ്വാമിയുടെ ഡെഡ് ബോഡിയും ആറ്റിൽ നിന്ന് കിട്ടിയതും. അതറിയുന്ന വാദ്യാർക്ക് എങ്ങനെയും സംഘം രൂപീകരിക്കണം. ഇനി ഇതുപോലൊരു മരണം ഇവിടെ സംഭവിക്കുവാനായി പാടില്ല എന്ന് തീരുമാനിച്ചു. അതേസമയം തന്നെയായിരുന്നു രംഗസ്വാമി മരിച്ചതിൽ പന്യാർ കുടുംബത്തിൽപ്പെട്ട മില്ലുടമ തന്റെ വിഷമം അറിയിച്ചതും. അതിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളി എതിർത്തു. എന്നാൽ ആ തൊഴിലാളിയെ മില്ലിൽ വെച്ച് കൊന്നു കളയുവാനായിട്ടും അവർ പ്ലാനിടും. എന്നാൽ ഇതെല്ലാം അറിയുന്ന വാദ്യാരാണെങ്കിൽ ഇനി ഒരു മരണം ഇവിടെ നടക്കാൻ പാടില്ല. സംഘം രൂപീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിമകളായി പോകും. ഇവർ പറയുന്നതെല്ലാം കേട്ട് ഇവരുടെ ദ്രോഹമെല്ലാം സഹിക്കേണ്ടി വരുമെന്നും വാദ്യാർ പറയുകയാണ്. വാദ്യാർ പറയുന്നതനുസരിച്ച് അവരൊരു സംഘം രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ മില്ലുടമയ്ക്ക് ഒരു മകളുണ്ട്. ആ മകളാണ് നമ്മുടെ നായികയായ മഹാലക്ഷ്മി. ഈ മഹാലക്ഷ്മിയും വാദ്യാരും തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ്. എന്നാൽ ഇത് പന്യാർ കുടുംബത്തിൽ അറിയും. പന്യാർ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഇതുപോലെ സാധാരണ ഒരു തൊഴിലാളിയെ വിവാഹം കഴിച്ചതിൽ അവർക്ക് ആകെ ദേഷ്യമാണ്. അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നാൽ പന്യാർ കുടുംബത്തിലുള്ളവരൊക്കെ മറ്റുള്ളവരെ ഒരുപാട് ദ്രോഹിക്കും. ജാതി തലയിൽ കയറി നടക്കുന്ന കാശിനോട് ആക്രാന്തമുള്ള ഒരു കൂട്ടരായിരുന്നു ഈ പന്യാർ കുടുംബത്തിലുള്ളവർ. പക്ഷെ മഹാലക്ഷ്മി അങ്ങനെ ഒരു പെൺകുട്ടിയെയല്ല. അവൾക്ക് അങ്ങനെയുള്ളൊരു മൈൻഡ് ഒന്നുമില്ലായിരുന്നു. സാധാരണ ജനങ്ങളോടൊപ്പമാണ് മഹാലക്ഷ്മി എപ്പോഴും. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. വാദ്യരെയും കൊണ്ട് പോവുകയാണല്ലോ കുമരേശനും മറ്റു പോലീസുകാരും. ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കടന്ന് കാടിനുള്ളിലൂടെ അവർ കാൽനടയായിട്ടാണ് പോകുന്ന വഴിയിലൊന്നും മറ്റുള്ള പോലീസുകാർക്ക് സ്ഥലമൊന്നും അറിയത്തേയില്ല. എന്നാൽ വാദ്യാർക്ക് ആ ഒരു കാടെല്ലാം നല്ല പരിചയമായിരുന്നു. വാദ്യാർക്കൊപ്പം അവർ നടന്നു പോകുമ്പോൾ അവർക്ക് തന്നെ ഒരു സംശയമുണ്ടാകും. ഈ വാദ്യാർക്കൊപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായും ഇയാൾ നമ്മളെ കുടുക്കിയാലോ എന്നൊരു സംശയമുണ്ടാകും. അങ്ങനെ പോലീസുകാരെല്ലാം അവർക്കറിയാവുന്ന വഴിയെ നടക്കുവാനായും തീരുമാനിച്ചു. അതേസമയം തന്നെ പോലീസ് ഇൻസ്പെക്ടർക്ക് സുനിലിന്റെ ഒരു കോൾ വരികയാണ്.
എന്തെന്നാൽ പോലീസ് സ്റ്റേഷനിൽ വാദ്യാർക്കൊരു സ്പൈ ഉണ്ടായിരുന്നു. ആ സ്പൈയെ പിടികൂടി. നിങ്ങളുടെ കൂട്ടത്തിലും വാദ്യാർക്കൊരു സ്പൈ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്നും പറയും. അതേസമയം തന്നെ വാദ്യാരുടെ ആളുകളും അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നടന്നു പോകുന്ന സമയത്ത് വാദ്യാരോട് പോലീസുകാർ ചോദിക്കും. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ വാദ്യാർ വീണ്ടും കഥ പറയും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കെയുടെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണല്ലോ വാദ്യാർ. കെയുടെ പാർട്ടി പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും കലാപത്തിനിറങ്ങാൻ പാടില്ല എന്നതായിരുന്നു. അതനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിച്ചു വന്നതും. എന്നാൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ വാദ്യാരാണെങ്കിൽ കലാപത്തിനിറങ്ങുകയാണ്. എന്താണ് കാരണമെന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് ചുടുകാട്ടിലേക്ക് പോകണമെങ്കിൽ പൊതുവായിട്ടുള്ള വഴിയെ പ്രവേശിക്കുവാനായിട്ടും പാടില്ല. ആയതിനാൽ അവരൊരു ആറ് മുറിച്ചു കടന്നാണ് ചുടുകാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നതും. എന്നാൽ ഒരു സമയത്ത് ആറ് നിറയെ വെള്ളമായതിനാൽ അവർക്ക് അതുവഴി കടക്കാനായും പറ്റിയില്ല. ആയതിനാൽ അവർ പൊതുവായിട്ടുള്ള വഴിയിലൂടെ നടന്നു പോകും. അതറിയുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ തടയുകയാണ് ചെയ്തത്. അതാണെങ്കിൽ നമ്മുടെ വാദ്യര് മറിഞ്ഞു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ വാദ്യരാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ ഇടപെടും. എന്നാൽ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഉയർന്ന ജാതിക്കാരായിരുന്നാൽ പന്യാർ കുടുംബത്തിലുള്ളവർ തന്നെയായിരുന്നു. വാദ്യർ അതിൽ ഇടപെടുകയും വലിയൊരു കലാപം തന്നെ നടക്കും. അതിൽ 4 പേരെ വാദ്യർ വെട്ടുകയും ചെയ്തു. അത് കെ അറിയിക്കുകയാണ്. എന്നാൽ കെ പറയുന്നത്, നീ ചെയ്തത് തെറ്റ്, ഒന്നുകിൽ നീ മാപ്പ് പറയണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടി വിട്ടു പോകണമെന്നും പറയും. എന്നാൽ അത് കേട്ട വാദ്യരാണെങ്കിൽ, ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാൻ ചെയ്തതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നതുമില്ല, ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തിലാണ് ഇടപെട്ടത്, അതുകൊണ്ട് ഞാൻ ഈ ഒരു പാർട്ടി വിട്ടു പോകുന്നു എന്ന് പറയും. അങ്ങനെ വാദ്യാർ ആ പാർട്ടി വിട്ടു പോവുകയും ചെയ്തു. മറ്റൊരു വശത്ത് പന്യാർ കുടുംബത്തിന് എങ്ങനെയും ഒരു കൊല നടത്തണം, ഈ ഒരു പ്രശ്നമെല്ലാം ഇവിടെ അവസാനിപ്പിക്കണം. അതിനവർ ആദ്യം തിരഞ്ഞെടുത്തത് കൊല്ലുവാനായിട്ട് അവർ തീരുമാനിച്ചതും കെ ആയിരുന്നു. എന്തെന്നാൽ വാദ്യാർ കെയുടെ പാർട്ടിയിൽ വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ വാദ്യാരാണെങ്കിൽ കെ പറയുന്നതനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് അവരുടെ ചിന്ത. ആയതിനാൽ കെ തന്നെ ആദ്യം കൊല്ലുവാനായിട്ടും അവർ തീരുമാനിക്കും. പന്യാർ കുടുംബം പ്ലാൻ ചെയ്തതുപോലെ തന്നെ കെ കടത്തിക്കൊണ്ടുപോയി കൊന്നുകളയും. അക്കാര്യം വാദ്യാർ അറിയുകയാണ്. വാദ്യാർക്ക് ഈ കെ വെറുമൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല, ഒരു അച്ഛന്റെ സ്ഥാനത്തായിരുന്നു കെ കണ്ടിരുന്നതും. ആയതിനാൽ കെയുടെ മരണം വാദ്യാർക്ക് താങ്ങാനായും പറ്റിയില്ല. ഉടനെ തന്നെ വാദ്യാർ പന്യാർ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞെന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ സഹോദരനെയും അച്ഛനെയും ഒക്കെയാണ് കൊന്നതും. എന്നാൽ അതെന്ന് പറഞ്ഞ മഹാലക്ഷ്മിക്ക് അത്ര സങ്കടമൊന്നുമില്ല. കാരണം അച്ഛന്റെയും സഹോദരന്റെയും സ്വഭാവമൊക്കെ അവൾക്ക് നന്നായി അറിയാം. പന്യാർ കുടുംബത്തിലുള്ളവർ മരണപ്പെട്ടതിനാൽ അത് വലിയ വിഷയമായി. ആയതിനാൽ കുടുംബത്തെ പിരിഞ്ഞ് വാദ്യാർ മാറി നിൽക്കേണ്ടി വന്നു. പിന്നീട് വാദ്യാർ ഒളിച്ചു താമസിക്കുകയാണ് ചെയ്തതും. അത് കഴിഞ്ഞ് പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. വാദ്യാരെയും കൊണ്ട് പോവുകയാണല്ലോ പോലീസുകാരെല്ലാം. അവർക്കാണെങ്കിൽ വഴി തെറ്റിപ്പോകും. എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുകയാണ് പോലീസുകാരെല്ലാം. എന്നാൽ മറ്റൊരു വശത്ത് കളക്ടറിന്റെ വീട്ടിൽ കൂടിയിരിക്കുകയാണല്ലോ മിനിസ്റ്ററും മറ്റുള്ള ആൾക്കാരുമെല്ലാം, കൂടെ IG ഒക്കെയുണ്ട്. അതേസമയം IG പറയും, ഒരു ന്യൂസ് റിപ്പോർട്ടർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ക്രൂരമായി ദ്രോഹിക്കുന്നത് അയാൾ ആരും അറിയാതെ വീഡിയോ പകർത്തിയിരുന്നു. അത് ന്യൂസ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് അയാൾ പറയുന്നത് എന്ന കാര്യം IG പറയും. അത് കേട്ട് മിനിസ്റ്ററിനൊക്കെ ആകെ ടെൻഷൻ ആകുവാനായും തുടങ്ങി. പോലീസുകാരൻ ചെയ്ത ആ ഒരു തെറ്റിന് കുടുങ്ങാൻ പോകുന്നത് പോലീസുകാരൻ ഉൾപ്പെടെ മിനിസ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു റിപ്പോർട്ടറിനെ കണ്ടെത്തണമെന്നും മിനിസ്റ്റർ തന്റെ ആളുകളോട് പറയും. മിനിസ്റ്ററിന്റെ ആളുകൾ റിപ്പോർട്ട് തന്നെ അന്വേഷിക്കുവാനായും തുടങ്ങി. എന്നാൽ മറ്റൊരു വശത്ത് പോകുന്ന വഴികളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർക്ക്. അപ്പോൾ മറ്റുള്ളവർ പറയും, നമുക്ക് ഈ വാദ്യാർ പറയുന്ന വഴിയെ പോയാലോ? അത് കേട്ട ഉയർന്ന പോലീസുകാരൻ പറയും, ഇനി എന്ത് സംഭവിച്ചാലും ഇവൻ പറയുന്ന വഴിയെ ഞാൻ പോകില്ല എന്ന്. എന്താ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ എല്ലാവരെയും കൂട്ടി നടന്നു പോകുന്ന സമയത്ത് എവിടെ നിന്നാണോ ആരംഭിച്ചത് അവിടെ തന്നെ വന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വഴി തെറ്റിപ്പോകുന്നു. ഒരു ഘട്ടത്തിൽ ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒരു വലിയ കുഴിയിലേക്കാണ് വീഴുന്നത്. അവിടെ നിന്നും നമ്മുടെ വാദ്യാരാണ് ആ ഒരു ഇൻസ്പെക്ടറിനെ രക്ഷിക്കുന്നതും. കുഴിയിൽ വീണ് പേടിച്ച് അയാൾ മൂത്രമൊഴിക്കുക വരെ ചെയ്തിരുന്നു. ബാക്കിയുള്ള പോലീസുകാർക്ക് മുന്നിൽ അയാൾ നാണം കെട്ടുപോയി. അപമാനപ്പെട്ടിരിക്കുന്ന ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിനാണെങ്കിലോ മനസ്സിൽ കുറ്റബോധം. അയാൾ ഒരു കാര്യം തുറന്നു പറയും. വാദ്യാർക്ക് എന്താണോ ആവശ്യം അത് തന്നെയാണ് പോലീസ് ഇൻസ്പെക്ടറിൽ നിന്നും കേട്ടത്. എന്തെന്നാൽ വാദ്യാർ ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് കേസിനാണ്. ഒന്ന് റെയിൽ പാളത്തിൽ ബോംബ് വെച്ചത്, രണ്ടാമത്തേത് ഒരു പോലീസുകാരനെ കൊന്നത്. ആ പോലീസുകാരനെ കൊന്നിടത്തു നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത്. ആ ഒരു പോലീസുകാരനെ കൊന്നത് വാദ്യാരല്ല, ഞാനാണെന്ന് ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ പറയും. അത് കേട്ടതും ബാക്കിയുള്ള പോലീസുകാരെല്ലാം ഞെട്ടിപ്പോകും. അവർ പറയും, നീ ചെയ്ത തെറ്റിനാണോ ബാക്കിയുള്ളവരൊക്കെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ള പോലീസുകാരെല്ലാം ചേർന്ന് ഈ ഒരു പോലീസ് ഇൻസ്പെക്ടറിനെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ വാദ്യാർ പറയുന്ന കഥകളെല്ലാം കേട്ട് കുമരേശൻ ഉൾപ്പെടെ ഒരു 3 പോലീസുകാർക്ക് വാദ്യാർ ചെയ്യുന്നതാണ് ശരി, വാദ്യാരുടെ പോരാട്ട രീതികളൊക്കെയാണ് കറക്റ്റ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ബോധം വരികയും ചെയ്തു. അവർ വാദ്യാരുടെ സൈഡായി.
അതേസമയം വാദ്യർ ഒരു സത്യം തുറന്നു പറയും. റെയിൽ പാളത്തിൽ ബോംബ് വെച്ചത് അവരുടെ ആളുകൾ തന്നെയായിരുന്നു. പക്ഷെ ജനങ്ങളെ കൊല്ലണമെന്ന് യാതൊരുവിധ ഉദ്ദേശവും അവർക്കില്ലായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളുകളാണല്ലോ നമ്മുടെ വാദ്യരും സംഘവും. അങ്ങനെയുള്ളവർ ഒരിക്കലും അത് ചെയ്യത്തില്ല. റെയിൽ പാളത്തിൽ ബോംബ് വെച്ച ഉടനെ തന്നെ വാദ്യർ അവരെ വിളിച്ചിട്ട് അതെങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ റിമൂവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചു. റെയിൽ പാളവും തകർന്നു പോയി. അക്കാര്യം മറ്റുള്ള സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യുവാനായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചു. വിളിച്ചറിയിക്കുന്ന സമയത്തെല്ലാം അവിടെ ഉണ്ടായിരുന്നവർ അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. അങ്ങനെയാണ് ആ ഒരു അപകടം സംഭവിച്ചത്. എവിടെയൊക്കെ അറിയിക്കണമോ അവിടെയെല്ലാം വാദ്യാരും കൂട്ടരും വിളിച്ചറിയിച്ചു. എല്ലാ രാഷ്ട്രീയക്കാരെയും അറിയിച്ചു, പോലീസുകാരെയും അറിയിച്ചു. പക്ഷെ ആരും തന്നെ മൈൻഡ് ചെയ്തതേയില്ല. ആ ഒരു അപകടം സംഭവിക്കുവാൻ കാരണം തന്നെ നിങ്ങളുടെ രാഷ്ട്രീയക്കാരും പോലീസുകാരുമാണെന്നും വാദ്യാർ പറയും. അപ്പോഴേക്കും വാദ്യാരുടെ ആളുകളാണെങ്കിൽ കാട്ടിലേക്ക് വന്നിരുന്നു. അവിടെ എല്ലാവരെയും വെടിവെക്കുവാനായിട്ട് തോക്കയ്ക്ക് ചൂണ്ടി നിൽക്കുകയാണ്. അതേസമയം പോലീസ് ഇൻസ്പെക്ടറിന്റെ മനസ്സിലൂടെ കുറച്ച് കാര്യങ്ങൾ കടന്നു പോകും. എന്തെന്നാൽ പോലീസ് ഇൻസ്പെക്ടർ ഇപ്പോൾ സത്യമെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നല്ലോ. ഇവന്മാരെല്ലാം പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അങ്ങനെയായാൽ എന്റെ ജോലി പോകും. ഞാൻ എല്ലാവർക്കും മുന്നിൽ അപമാനപ്പെടും. ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒരു കോൺസ്റ്റബിളിനെയാണല്ലോ കൊന്നത്. അക്കാര്യവും പുറത്തു വന്നാൽ ആകെ പ്രശ്നമാകുമെന്നും ഇൻസ്പെക്ടറിന് അറിയാമായിരുന്നു. ആയതിനാൽ ഇവിടെ വെച്ച് ഇവന്മാരെ എല്ലാവരെയും കൊന്നു കളയാമെന്നും ഇൻസ്പെക്ടർ തീരുമാനിക്കും. അതേസമയം തന്നെ വാദ്യാരുടെ ആളുകളും വെടിവെപ്പ് ആരംഭിച്ചിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിന് മേലെ പോലീസുകാർക്ക് വാദ്യാരുടെ ആളുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനായും പറ്റിയില്ല. ആ 4 പോലീസുകാരും വാദ്യാരുടെ ആളുകളുടെ കീഴിലായി. എന്നാൽ അതിനിടയിൽ മറ്റൊരു പോലീസുകാരൻ മരണപ്പെടും. സത്യത്തിൽ അത് കൊന്നത് വാദ്യാരുടെ ആളുകളല്ലായിരുന്നു. ഈ ഒരു പോലീസ് ഇൻസ്പെക്ടർ തന്നെയാണ് ആരും അറിയാതെ കൊന്നിട്ട് അതെല്ലാം വാദ്യാരുടെ ആളുകളുടെ തലയിൽ വെച്ച് കെട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് വാദ്യാർ എന്ത് ചെയ്യുമെന്നാൽ മറ്റുള്ള പോലീസുകാരുടെ കയ്യിലിരുന്ന എല്ലാ തോക്കും പിടിച്ചു വാങ്ങിയിട്ട് അവരോട് രക്ഷപ്പെടുവാനായി പറഞ്ഞു. അവർക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമല്ലോ. അതിനവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വാദ്യാർ തന്റെ തോഴരുടെ കയ്യിൽ നിന്നും ഒരു തോക്ക് വാങ്ങിയിട്ട് അവർക്ക് നൽകും. എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോ, കലാപം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടുന്നു എന്നായിരുന്നു വാദ്യാർ പറഞ്ഞതും. എന്നാൽ വാദ്യാർ തിരിഞ്ഞു പോകുന്ന സമയം തന്നെ ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വാദ്യാരെ വെടിവെക്കും. വാദ്യാർക്ക് വെടികൊള്ളുകയും ചെയ്തു. എന്നാൽ കൂടെയുണ്ടായിരുന്ന കൂട്ടാളികളോട് ഇപ്പോൾ ഒരു പ്രശ്നത്തിനും പോകരുത്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് അത്യാവശ്യമെന്ന് പറഞ്ഞ് തന്റെ കൂട്ടാളികളെയും കൂട്ടി വാദ്യാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. എന്നാൽ ഇൻസ്പെക്ടറിന്റെയും തന്റെ കൂടെയുണ്ടായിരുന്ന പോലീസുകാരന്റെ കയ്യിൽ വാക്കി ടോക്കി ഒന്നുമില്ല. വാദ്യാര് രക്ഷപ്പെട്ടു പോയ കാര്യം മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് ഒരു വഴിയുമില്ല. ബാക്കിയുള്ള 4 ചെക്ക് പോസ്റ്റും കടന്ന് അവർ വന്നിട്ട് നേരെ ഫോൺ ചെയ്ത് കളക്ടറിനെ വിവരം അറിയിക്കും. വാദ്യാർ രക്ഷപ്പെട്ടു പോയി എന്നറിഞ്ഞ കളക്ടറിന് ആകെ ടെൻഷൻ ആകുവാനായും തുടങ്ങി. എന്തെന്നാൽ വാദ്യാരെ പിടികൂടി എന്ന കാര്യം CM-നോട് വിളിച്ച് പറഞ്ഞിരുന്നു. നാളെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാ കാര്യവും അവതരിപ്പിക്കണം എന്നായിരുന്നു അവരുടെ പ്ലാൻ. സുനിൽ ഒരു ഐഡിയ പറയും. ഇന്ന് രാത്രി കൊണ്ട് തന്നെ വാദ്യാരെ പിടികൂടണം. അതിന് ഈ ഒരു പഴയ ഇൻസ്പെക്ടർ പോരാ, പുതിയൊരു ഇൻസ്പെക്ടർ വേണമെന്ന് പറഞ്ഞ് പുതുതായിട്ടൊരു സബ് ഇൻസ്പെക്ടറിനെ കൊണ്ടുവരും. ആ സബ് ഇൻസ്പെക്ടർ കുറെ പോലീസുകാരെ ചേർത്ത് ഒരു ഗ്യാങ് ആയി രൂപീകരിക്കും. അതേസമയമായിരുന്നു വാദ്യാരെയും കൊണ്ടുപോയിരുന്ന ആ പോലീസുകാരും അവിടെ എത്തിയത്. എന്നാൽ അവർക്ക് സസ്പെൻഷനാണ്. അവർക്ക് സസ്പെൻഷൻ കിട്ടിയതെന്തെന്നാൽ കൂടെയുള്ള ഒരു കോൺസ്റ്റബിൾ മരണപ്പെട്ടു. മാത്രമല്ല വാദ്യാരും ഇപ്പോൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ അതേസമയം ആ ഒരു ഇൻസ്പെക്ടർ ചിന്തിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള ആ ഒരു കൂടെ പോയ പോലീസുകാരില്ലേ, അവരെ കൊല്ലണം. കൊന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ ആ കോൺസ്റ്റബിളിനെ കൊന്ന കാര്യമൊക്കെ അവർ പുറത്തു പറയും. അതിനു മുൻപ് അവരെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നും അയാൾ തീരുമാനിക്കും. എന്നാൽ മറ്റൊരു വശത്ത് വാദ്യാരുടെ ആളുകളും പോലീസുകാരും തമ്മിൽ വെടിവെപ്പ് നടക്കുകയാണ്. വാദ്യാരുടെ ആളുകൾ കൂടുതലും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരായിരുന്നു. പോലീസുകാർ അവരെയൊക്കെ തുരുതുരാ വെടിവെക്കും. അതെല്ലാം കണ്ടുകൊണ്ട് കുമരേശനുമുണ്ട്. കുമരേശന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാകും. താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന സൈന്യമല്ലേ? അതുമല്ല, പോലീസ് വെടിവെക്കുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളല്ലേ? താൻ എന്തിനിങ്ങനെ ചെയ്യുന്നു? പോലീസിൽ കയറിയത് തെറ്റായി പോയോ എന്നുള്ള ചിന്തകളൊക്കെ അവന്റെ മനസ്സിലൂടെ കടന്നു പോകും. അതേസമയം തന്നെ മറ്റൊരു വശത്ത് നമ്മുടെ വാദ്യാരാണെങ്കിൽ ഒരുപാട് കൂടെയുള്ള ആളുകളൊക്കെ മരണപ്പെടുന്നത് അറിഞ്ഞുകൊണ്ട് കീഴടങ്ങുവാനായും തീരുമാനിച്ചു. ഇനിയും ആ ഒരു പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകും എന്ന കാര്യം വാദ്യാർക്ക് മനസ്സിലായി. വാദ്യാർ കീഴടങ്ങുവാനായി തീരുമാനിച്ചു. പക്ഷേ മറ്റൊരു വശത്ത് ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കോൺസ്റ്റബിളിനെ കൂടി വെടിവെക്കുവാനായിട്ട് തോക്കെടുക്കും. കൂടെ ഉണ്ടായിരുന്നവർ എങ്ങനെയും ഇതൊന്നും പുറത്ത് പറയരുത് എന്നുള്ളൊരു മൈൻഡാണല്ലോ അയാൾക്ക്. പക്ഷേ അത് കുമരേശൻ കാണും. കുമരേശൻ അയാളെ തടയും. നീ ഒരു പോലീസ് ഓഫീസറാണോ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ച് ആ ഒരു ഇൻസ്പെക്ടറിനെ ഒരുപാട് തല്ലും. അതിനുശേഷം കുമരേശൻ വന്നിട്ട് പുതുതായിട്ട് വന്ന ആ ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാളോട് എല്ലാ കാര്യവും തുറന്നു പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരെയും കൊന്നത് ഈ ഒരു ഇൻസ്പെക്ടർ തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ പറയും.
എന്നാൽ അവർക്ക് അതെല്ലാം കേട്ട് ഒരു ഷോക്ക് തന്നെയായിരുന്നു. കാരണം കൂടെയുള്ളവരെയൊക്കെ കൊല്ലുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ എന്ന ചിന്തയാണ് അവർക്ക്. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ വാദ്യാരാണെങ്കിൽ കീഴടങ്ങുവാനായി തീരുമാനിച്ച കാര്യം കൂടെയുള്ളവരോട് പറയും. എന്നാൽ അവരൊക്കെ അതിനെ എതിർക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുവാനാണ് അവർ പറയുന്നതും. പക്ഷെ വാദ്യാർ അതൊന്നും കേൾക്കില്ല. പോലീസിന് മുന്നിലേക്ക് വന്ന് കീഴടങ്ങും. പോലീസുകാരെല്ലാം അത് കണ്ട് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എല്ലാ പോലീസുകാർക്കും മുന്നിലേക്ക് വാദ്യാർ വന്ന് കീഴടങ്ങുകയാണല്ലോ. പക്ഷെ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. പിടികൊടുക്കുവാനായി വന്ന വാദ്യാരെ പുതുതായിട്ട് വന്ന ഇൻസ്പെക്ടർ ആണെങ്കിൽ വെടിവെക്കും. ബാക്കിയുള്ള പോലീസുകാരും തുരുതുരാ വെടിവെക്കും. പക്ഷെ അപ്പോഴും വാദ്യാർക്ക് ജീവനുണ്ടായിരുന്നു. അതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു കുമരേശൻ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്തിനാ ഇത്രയും നല്ലൊരു മനുഷ്യനെ എല്ലാവരും ചേർന്ന് വെടിവെക്കുന്നത്? അതിനു വേണ്ടിയിട്ട് എന്ത് തെറ്റാണ് ആ ഒരു മനുഷ്യൻ എല്ലാവരോടും ചെയ്തത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു ജാതി അങ്ങനെ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടൊക്കെ പോരാടിയ നല്ലൊരു മനുഷ്യനല്ല അദ്ദേഹം. ഈ ഒരു യൂണിഫോമും ഇട്ട് ഇത്രയും തെറ്റ് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെയാണ് കുമരേശന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എല്ലാ പോലീസുകാരും വാദ്യാരെ വെടിവെക്കുമെങ്കിലും കുമരേശൻ മാത്രം അത് ചെയ്യില്ല. അവസാനമായി ഒരു കോൺസ്റ്റബിൾ വാദ്യാരെ വെടിവെക്കുന്നു. അതോടുകൂടി വാദ്യാർ മരണപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരും തിരികെ പോവുകയാണ്. വാദ്യാരുടെ ഡെഡ് ബോഡിയും കൊണ്ടാണ് പോകുന്നത്. കുമരേശൻ ഓടിക്കുന്ന വണ്ടിയിൽ പുതിയ ഇൻസ്പെക്ടറും പഴയ ഇൻസ്പെക്ടറും ഒരു കോൺസ്റ്റബിളും മാത്രമാണ് ഉണ്ടായിരുന്നത്. വണ്ടിയിലിരുന്നു കൊണ്ട് പുതിയ ഇൻസ്പെക്ടർ ആണെങ്കിൽ ബാക്കിയുള്ള അധികാരികളെയൊക്കെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. പുതിയ ഇൻസ്പെക്ടറിന് ഒരു അഭിമാനമാണ്. എന്തെന്നാൽ പിടികിട്ടാ പുള്ളിയായിട്ടുള്ള വാദ്യാരെ താൻ പിടികൂടി കൊന്നുകളഞ്ഞു എന്നൊരു അഭിമാനത്തോടെയാണ് എല്ലാവരെയും വിളിച്ചറിയിക്കുന്നത്. പക്ഷെ അതെല്ലാം കേട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കുമരേശൻ. കുമരേശനാണെങ്കിൽ ആകെ കുറ്റബോധം. ആ ഒരു നല്ല മനുഷ്യനോട് ഇവരെല്ലാവരും ചേർന്ന് എന്ത് വലിയ ക്രൂരതയാ ചെയ്തിരിക്കുന്നത്. ഇവരോട് പ്രതികാരം വീട്ടണമെന്നും കുമരേശൻ ചിന്തിക്കും. എന്നിട്ട് കുമരേശൻ വണ്ടിയും ഓടിച്ച് നേരെ പോയത് ഒരു വലിയ മലയ്ക്ക് മുകളിലേക്കായിരുന്നു. എന്നിട്ട് കുമരേശൻ വണ്ടി താഴേക്കിറക്കിയിട്ട് എങ്ങനെയൊക്കെയോ അതിൽ നിന്നും രക്ഷപ്പെടും. ആ വണ്ടി കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പോലീസുകാരും മരണപ്പെടുന്നു. വാദ്യാരോട് എല്ലാവരും ക്രൂരത ചെയ്തതിന്റെ കുറ്റബോധം കാരണം ഈ ഒരു യൂണിഫോം ഇട്ടാണല്ലോ ഇത്രയും ക്രൂരകൃത്യങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് കുമരേശനാണെങ്കിൽ യൂണിഫോമും തൊപ്പിയുമെല്ലാം അവിടെ ഊരി വെച്ചതിന് ശേഷം നടന്നു പോകും. അതിനുശേഷം കുമരേശൻ തന്റെ അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതും. അതിൽ വാദ്യാരെ പറ്റിയും ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ആ ലെറ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നു. വാദ്യാരുടെ ജീവിത കഥകളൊക്കെയായിരുന്നു അതിൽ എഴുതിയിരുന്നത്. എന്നിട്ട് അവസാനമായിട്ട് കുമരേശൻ എഴുതും, ഇതാണ് എന്റെ അവസാനത്തെ ലെറ്ററും അവസാനത്തെ ശമ്പളവും. അടുത്ത മാസവും ശമ്പളം വന്നില്ല, ലെറ്ററും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്തിലേ ഇല്ലെന്ന് അമ്മ കരുതണം എന്നായിരുന്നു ആ ലെറ്ററിന്റെ അവസാനം. സത്യസന്ധമായി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പോലീസിലേക്ക് കയറിയ കുമരേശൻ താൻ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യേണ്ടി വന്നല്ലോ, നല്ലൊരു മനുഷ്യനെ എല്ലാവരും ചേർന്ന് കൊന്നുകളഞ്ഞല്ലോ എന്നൊരു കുറ്റബോധം കാരണം ഒന്നുകിൽ മരണപ്പെട്ടു കാണാം. കുമരേശന്റെ അവസാനത്തെ ലെറ്ററോട് കൂടിയാണ് സിനിമ അവസാനിക്കുന്നതും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.